ഹലോ, സുനിത മിസ്റ്റിക് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ്, സെക്കൻഡ് കാർഡ് കിങ് ഓഫ് കപ്സ്, തേർഡ് കാർഡ് 9 ഓഫ് സോർ, ഫോർത്ത് കാർഡ് 4 ഓഫ് വാൻസ്, ഫിഫ്ത്ത് കാർഡ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജോലിയിൽ, ഫാമിലിയിൽ, സാമ്പത്തിക കാര്യങ്ങൾ, അങ്ങനെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിൽ സമയം കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ റിലേഷനിൽ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഈ റിലേഷനിൽ അകൽച്ച ഉണ്ടായതിന് കാരണം തന്നെ ഈ റിലേഷനിൽ വേണ്ടത്ര സമയം കണ്ടെത്താൻ, നിങ്ങളോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ സാധിക്കാത്തതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം റിലേഷനിൽ ബാക്കിയുള്ള കാര്യങ്ങളിലും ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കി അദ്ദേഹം നിങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ കപ്പുമായി വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിന് അദ്ദേഹം ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് വരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ അത് അദ്ദേഹം അത്ര പെട്ടെന്ന് വരില്ല. എന്നാലും അദ്ദേഹം വരാൻ തീരുമാനിച്ച് അവിടെ നിന്ന് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ അദ്ദേഹം തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ അമിതമായി ചിന്തിക്കുന്നു. കുറ്റബോധം അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ചിന്ത, നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ നിങ്ങളെന്താ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ള ചിന്ത അദ്ദേഹത്തിനെ വല്ലാണ്ട് ദുഃഖത്തിലാഴ്ത്തുകയും അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കിടന്നാൽ തന്നെ സങ്കടം കൊണ്ട് അദ്ദേഹം രാത്രി എഴുന്നേറ്റിരിക്കുകയും നിങ്ങളുടെ ഇമോഷൻസ് അദ്ദേഹത്തിന് ആ ഇമോഷൻസ് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളെ കുറിച്ച് തന്നെയാണ് രാത്രി കാലങ്ങളിൽ അദ്ദേഹം ഓർത്ത് സങ്കടപ്പെടുന്നത്. പിന്നെ നിങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെയും ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻ ഡീപ്പായി കൊണ്ടുപോകാനായിട്ടും സ്റ്റേബിളായ റിലേഷനായി മാറ്റാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത് തന്നെ നിങ്ങളൊരു റീയൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലോ എൻഗേജ്മെൻറ്റോ നിങ്ങൾക്ക് അദ്ദേഹം ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അടുത്ത് തന്നെ ഒരു സെലിബ്രേഷൻ വെച്ച് കണ്ടുമുട്ടാനും സാധ്യതയുണ്ട്. പഴയ കാര്യങ്ങളിൽ കുറവുകളെല്ലാം വിലയിരുത്തി മുന്നോട്ട് പോകാനാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് പറയണത്. പുതിയ തുടക്കമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മറന്ന് ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് എന്ത് തന്നെ ആയാലും അതിനൊരു യൂണിവേഴ്സലിൻ്റെയും ഏഞ്ചൽസിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും. നിങ്ങളുടെ ഏതൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനത്തിനും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. ഒരു നല്ലൊരു ട്രാൻസ്ഫർമേഷനാണ് ഇവിടെ കാർഡ് കാണുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എൻ്റെ തുടർന്നുള്ള റീഡിങ്ങുകളും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ബൈ.